ഹായ് നമസ്കാരം. വണ്ടർഫൈ ലൈഫൊക്കെ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ഫുഡാണ്. ഒരു അണ്ട മസാല കീമ എന്ന് പറഞ്ഞ ഐറ്റമാണ്. അവിടെ ബ്രെഡിൻ്റെ കൂട്ടത്തിലും പാവുമണ്ണിൻ്റെ കൂട്ടത്തിലും ചപ്പാത്തി, റൊട്ടി ഇതിൻ്റെ കൂട്ടത്തിൽ അവർ കഴിക്കുന്ന ഒരു മുട്ട കൊണ്ടുള്ള ഒരു ഐറ്റമാണ്. നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് 2 മുട്ട പുഴുങ്ങി അത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് സവോള ചെറുതായിട്ട് കുത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ശകലം കറിവേപ്പില അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുഞ്ഞതായിട്ട് ഒരു മുഴുത്ത തക്കാളിക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണ ചൂടായിട്ട് നമുക്ക് നമ്മുടെ സവോള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ശകലം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. നമ്മുടെ സവോളയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി കാളിക്കാം. നമുക്കിനി ആവശ്യത്തിന് പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു നുള്ള് മഞ്ഞൾ പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. കുറച്ച് കാശ്മീരി ചില്ലി, കൂടെ തന്നെ കുറച്ച് ബട്ടർ കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ട പുഴുങ്ങിയത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. സാധാരണ നോർത്ത് ഇന്ത്യൻസ് കുരുമുളക് പൊടിയൊന്നും ഇടാറില്ല. നമുക്ക് നമ്മുടെ ഒരു രീതിയിലുണ്ട്, നമുക്കൊരു ടേസ്റ്റ് വേണ്ടി ശകലം കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇവിടെ ഇതൊന്ന് തിളച്ച് റെഡിയായി വരട്ടെ. എന്നിട്ട് നമ്മൾ മറ്റൊരു പാൻ വെച്ചിട്ട് അതിൽ നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. നമ്മുടെ മുട്ടയൊക്കെ തിളച്ച് വന്നിട്ട് നമുക്കത് തീ ഓഫ് ചെയ്യാം. ബട്ടർ മെൽറ്റ് ചെയ്യാൻ വെച്ചതിൻ്റെ അകത്തോട്ട് നമുക്ക് ശകലം കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ ബട്ടർ മെൽറ്റ് ചെയ്ത് മുളക് പൊടി ഇട്ട് ഇത് നമ്മൾ തീ ഓഫ് ചെയ്ത് വെച്ച മുട്ടയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ കടുക് താളിക്കുന്നതിന് പകരമായിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ടോ. നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൊടുക്കാം. കുറച്ച് പച്ചമുളക് നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അവർ സാധാരണ നോർത്ത് ഇന്ത്യൻസ് എല്ലാ ഐറ്റംസിനകത്ത് മല്ലിയില ചേർക്കുമല്ലോ. നമ്മൾ മല്ലിയില ചേർക്കുന്നില്ല. അപ്പം നമ്മുടെ അണ്ട മസാല കീമ എന്ന് പറഞ്ഞ ഐറ്റം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവ് ചെയ്ത് കഴിക്കാം. ഇതൊരു അടിപൊളി ഐറ്റം കേട്ടോ. അപ്പം നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴത്തേക്ക് പെട്ടെന്നൊരു വെറൈറ്റി രീതിയിലൊരു മുട്ടക്കറി ഉണ്ടാക്കുന്ന രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ പണ്ട് ലോറിയിൽ പോകുന്ന സമയത്തൊക്കെ ഞങ്ങൾ വഴിയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന ഐറ്റംസ് ആയിരുന്നു ഇതൊക്കെ. അന്ന് റൊട്ടിയുടെ കൂട്ടത്തിലായിരുന്നു. അവരുടെ മെയിൻ നമ്മൾ അവിടെ കറിയായിട്ട് കിട്ടുന്ന തക്കാളിക്കറി ഇങ്ങനെ ഈ മുട്ടയുടെ ഐറ്റംസ് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്ക് കൂടുതലും മറ്റുള്ള ബീഫ്, മീറ്റ് അങ്ങനത്തെ ഐറ്റങ്ങളൊന്നും അവിടുത്തെ ഈ ധാബകളിലൊന്നും കിട്ടത്തില്ല. ധാബകളിലെല്ലാം കൂടുതൽ കിട്ടുന്ന അണ്ട ഐറ്റംസാണ് കൂടുതൽ കിട്ടുന്നത്. ടേസ്റ്റ് നോക്കാം. ശകലം റൊട്ടി കിട്ടിയെടുക്കുക. അടിപൊളി കേട്ടോ, സൂപ്പറായിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചില്ല നമ്മൾ ലോറി പോകുമ്പോൾ കഴിക്കുന്ന അതേ ടേസ്റ്റാണ്. ബട്ടറൊക്കെ ചേർന്നപ്പോഴത്തെ ബട്ടറിൻ്റെ ടേസ്റ്റൊക്കെ വന്നപ്പോഴത്തേക്ക് സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.